ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗൈൻ. നമ്മളൊരു ആലപ്പുഴ പോയ ഒരു കഥയാണെന്ന് പറയാനുള്ളത്. ആലപ്പുഴയൊക്കെ പോകുന്നത് കൊള്ളാം, പക്ഷെ മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പം നമ്മൾ കപ്പിൾസ് പോണ പോലെ എടുത്തോ പിടിച്ചോ എന്നുള്ള പോക്ക് പോവാതിരിക്കുക. അങ്ങനെ പോയാൽ അവിടെ എത്തുമ്പോഴത്തേന് ഇതായിരിക്കും അവസ്ഥ. പെട്ടെന്ന് റൂം എടുക്കുക. അങ്ങനെ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തത് അടിപൊളി ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് റെസ്റ്റ് എടുത്തു. എൻ്റെ മോളൊക്കെ അവിടെ എത്തിയതുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇവിടുത്തെ ഓണേഴ്സ് താമസിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് മക്കളായിട്ടൊക്കെ പോകുമ്പോൾ നല്ല ഫീൽ സെക്യൂർ ആൻഡ് കോൺഫിഡൻ്റ് ആയിരുന്നു. എന്തുണ്ടെങ്കിലും അവരോട് പറയാനും ഇതാക്കാനൊക്കെ നമുക്ക് എളുപ്പമായിട്ടായിരുന്നു കേട്ടോ. then അവിടെ എത്തി എല്ലാവരും നല്ല പ്രോപ്പർ റെസ്റ്റൊക്കെ കഴിഞ്ഞു. ഐസൊക്കെ അപ്പം തന്നെ ഉറങ്ങി. പക്ഷെ കാരണം ഇവള് ഭയങ്കര ടയേർഡായിരുന്നു. കുറേ അലഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് കപ്പിൾസ് റൂമായിരുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂം. മാത്രമല്ല ഒരു പാക്കേജിൽ പോയതുകൊണ്ട് തന്നെ മോർണിംഗിൽ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഒപ്പീനിയനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഹൗസ് ബോട്ടിൽ ആലപ്പുഴ ചെന്നിട്ട് മസ്റ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഹൗസ് ബോട്ടിങ് നിർത്തിയിട്ടുണ്ടാവും. നല്ല ബാർഗൈൻ സ്കില്ലൊക്കെ ഉള്ളവർക്ക് കുറഞ്ഞതിൽ നമുക്ക് പോവാട്ടോ, ഒരു സെയിലിംഗ് നടത്തി വരാം. എന്നാൽ ഞങ്ങളൊരു വൺ ഡേ സ്റ്റേ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മൾ നിന്നത്. നമ്മൾ നിന്ന പാക്കേജിൽ അതേ ഇതിൽ തന്നെ ആയിരുന്നു. ഇതാണ് നമ്മളുടെ ഹൗസ് ബോട്ട്. ഇതെന്തുകൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും വേർത്തുമാണ്. കാരണം 3 times മീൽ ഇൻക്ലൂഡാണ് ഇതിൽ. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ആൻഡ് മീൽ, പിന്നെ ഈവനിങ്ങിൽ ടീ ഉണ്ടായിരുന്നു. പിന്നെ ഇയാൾ ഓർമ്മയുണ്ടോ? ഇയാൾ ഇപ്പോൾ ആലപ്പുഴയിലാണ്, മഹാബലി. ഇനി അടുത്ത ഇതിനെ വരുള്ളൂ കേട്ടോ. പക്ഷേ ഡിമാൻഡാണ്. ആൾ വലിയ പുള്ളിയായി. 100 രൂപയാണ് ഒരു പിക്ചർ ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, നൈസായിട്ട് കാണാതെ ഒരു വീഡിയോയിലാണ് ഒതുക്കി. ഇപ്പോൾ എവിടെക്കോ കാര്യമായിട്ട് പോവുകയാണ്. ദെൻ ഞങ്ങൾ വീണ്ടും അതിൽ തന്നെ കയറി ഡാൻസ്, പാട്ട്, കളികളൊക്കെ ആയി. എനിക്കത് ഭയങ്കര മിസ് ചെയ്യാൻ. എട്ടിണ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെ വളരെ മിസ് ചെയ്തു. കാരണം ആസ് എ പ്രവാസി വൈഫ് അറിയാം, ഇനി ഇങ്ങനെ ഒരു ചിരിയും കളിയൊക്കെ ഇനി ഒരു വരുമ്പോഴേ ഉണ്ടാവുള്ളൂ അല്ലേ. ഞാൻ അതൊന്നും ക്ലിപ്പൊന്നും കട്ട് ചെയ്തില്ല. കാരണം ഇതൊക്കെ ഞങ്ങളൊരു മെമ്മറിക്ക് വേണ്ടി എടുത്ത് വെച്ചത് തന്നെയായിരുന്നു. ദെൻ ഹൈസുവിൻ്റെ പാട്ടുണ്ടോ, ഹൈസ് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടാണ്. ദെൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ക്ലിപ്പ് ഇതിൽ മിസ്സിങ് ആണ്. കാരണം ഇതൊക്കെ ഞാൻ ഒരു മെമ്മറിയുടെ പുറത്താന്നൊന്നും ഞാൻ യൂട്യൂബിൽ ഇത്ര ആക്റ്റീവ് ആവുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇത് കാണുമ്പോൾ അതിലാ റിഗ്രറ്റാണ്. എപ്പോഴാണ് നമുക്ക് ആഗ്രഹം തോന്നുന്നത് അപ്പം നമ്മൾ ചെയ്യും. ഹസ്ബൻഡ് അന്നും എന്നോട് ഇതിൽ പോകാൻ പറഞ്ഞ സ്പീഡ് ബോട്ടിൽ. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻറ്റ് കുറവിൻ്റെ മോള് കരയും എന്നുള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല. പക്ഷേ സ്റ്റിൽ ഈ വീഡിയോ ഇതാക്കുമ്പോൾ വരെ എനിക്ക് റിഗ്രറ്റാണ് ഇതിന് പോകാത്തത്. മനസ്സിൽ എന്താണോ ആഗ്രഹം അതപ്പം സാധിക്കുക. ചിലപ്പോൾ നമുക്ക് പിന്നെ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 കാണാം. അതുവരേക്കും ബൈ.